ശബരിമല പൈങ്കുനി ഉത്രം ഉത്സവത്തിന് എത്തിയ അമ്പലപ്പുഴ സംഘത്തിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് പരാതി. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയാണ് ദേവസ്വം ബോർഡിനെതിരെ രംഗത്ത് വന്നത്. 100-ലേറെ സ്വാമിമാരുള്ള സംഘത്തിന് വിശ്രമിക്കാൻ സ്ഥിരം സ്ഥലം ഒരുക്കിയില്ല എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. യാത്രയിലെ ഉത്തരം സമയത്ത് വഴിപാട് നടത്താനുള്ള സൗകര്യത്തിന് വരുമ്പോൾ ഇവിടെ താമസ സൗകര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പെർമനൻ്റായിട്ടൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അല്ലാതെ വരുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ഈ കാര്യമുള്ള ബുദ്ധിമുട്ടുള്ള ഇത്ര ആളുകളുമായിട്ട് വന്നു കഴിയുമ്പോൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെ കൊണ്ട് ഈ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുക. ഇന്നിപ്പം കുറച്ച് തിരക്ക് കുറവുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ഒരു തിരക്കുള്ള അവസരമാണെങ്കിൽ ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഈ വരുന്ന മാളികപ്പുറങ്ങളാണേലും അവർക്കൊക്കെ ഒന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നും ലഭിക്കാറില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, നമുക്കറിയാം കാലാകാലങ്ങളായി നടക്കുന്ന ആചാരമാണ് ശബരിമല പൈങ്കുനി ഉത്ര മഹോത്സവത്തിനെത്തിയ അമ്പലപ്പുഴ സംഘത്തിനാണ് ഇത്തരത്തിൽ സൗകര്യങ്ങളുടെ അപര്യാപ്തത നേരിടേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്. എന്തായാലും സമൂഹ പെരിയോൻ തന്നെ ദേവസ്വം ബോർഡിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പരാതിയായി പറയുന്നത്? രോഹിണി, 120-ലധികം സ്വാമിമാരാണ് അമ്പലപ്പുഴ സംഘത്തിന് ഒപ്പമുള്ളത്. ഇവർക്ക് സ്ഥിരമായി ഒരു വിശ്രമിക്കുന്നതിനുള്ള സ്ഥലം, മറ്റ് സൗകര്യങ്ങൾ, ഈ ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന പരാതി. ഇവിടെ എത്തിയതിനു ശേഷം പലയിടങ്ങളിൽ ഇവർ വിശ്രമത്തിന് വേണ്ടി ചെല്ലുകയും പിന്നീട് പഴയ അന്നദാന മണ്ഡപത്തിന് മുകളിലാണ് ഇവർക്ക് ഇപ്പോൾ വിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അവരുടെ ആവശ്യത്തിന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ സൗകര്യം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ വൃത്തിയാക്കുന്നത് പോലും ഇവിടെ 100-ലധികം ആളുകൾക്ക്, കുഞ്ഞുങ്ങളടക്കമുള്ള മാളികപ്പുറങ്ങളടക്കമുള്ള ആളുകൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം ദേവസ്വം ബോർഡ് നൽകുമ്പോൾ ഇവിടെ വൃത്തിയാക്കി ഈ സ്ഥലം നൽകുന്നത് പോലും ഇവർ എത്തിയതിനു ശേഷമാണ്. വൃത്തികേടായി കിടക്കുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം ആളെ വിട്ട് ഇവിടം വൃത്തിയാക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യമാണ് സമൂഹ പെരിയോൻ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി തന്നെ ഓരോ വർഷവും എവിടെയാണ് തങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, സൗകര്യം, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം, ഭക്ഷണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്രമീകരണം വേണ്ടതാണ്. ഇവിടെ എത്തിയതിനു ശേഷമല്ല തങ്ങൾ പലപ്പോഴും എവിടെയാണ് തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പല കാര്യങ്ങളിലും ഉള്ളത് എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആ അവസ്ഥ ഉണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കുഞ്ഞുങ്ങളടക്കം മാളികപ്പുറങ്ങളടക്കമുള്ള ഒരു സാഹചര്യത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സമൂഹ പെരിയോൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങ് സൂചിപ്പിച്ചു, ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോഴും ഇവിടെ നിങ്ങൾ എത്തിയതിനു ശേഷം ആണ് ഇവിടെ വന്ന് ആളുകൾ വൃത്തിയാക്കലും മറ്റു കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തുന്നത്. വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് പറയുന്നു. മാളികപ്പുറങ്ങളടക്കം പല ഇടങ്ങളിൽ എവിടെയാണ് വിശ്രമിക്കുന്നത് എന്ന് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇത് സത്യമായിരുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പം അത് ഈ തിരക്കുള്ള അവസരങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. അതാണ് ആ വേദന പങ്കുവച്ചത്. ഇപ്പം ഇവിടെ നിങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് കയറി വെരിവെച്ചതിന് ശേഷമാണ് ഇത് തൂത്തുവാരി വൃത്തിയാക്കുന്ന ചടങ്ങ് പോലും നടന്നിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരിടത്ത് ഞങ്ങൾക്ക് അങ്ങനെ സംവിധാനം ചെയ്യുന്നെങ്കിൽ അത് പെർമനൻ്റായിട്ട് ഒരു സ്ഥലത്ത് ചെയ്തു തരിക. അത് ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി ചെയ്തു തരിക. മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിലും പ്രസിഡന്റ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, ബസ് ഹാളിൻ്റെ മുകളിലുള്ള അവിടെ 10 കുളിമുറിയും കക്കൂസും പണി തരും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ അതൊന്നും നടന്നില്ല. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയായി ഈ സമയത്തുണ്ടായത്. അപ്പോൾ അടുത്ത സീസൺ സമയത്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ട ഈ സൗകര്യങ്ങളെല്ലാം മുടക്കം കൂടാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിത്തരണം എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഞാൻ. കഴിഞ്ഞ വർഷമാണോ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയത് ഈ ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന്? കഴിഞ്ഞ അവിടെ അദ്ദേഹത്തെ ഞങ്ങളുടെ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ ഒരു മുറിയുണ്ട്. അവിടെ ഒരു 6-7 ശുചിമുറികളോടുകൂടി ആ സൗകര്യം ചെയ്തു തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ചെയ്തു തരാമെന്നത് വാക്കാൽ സമ്മതിച്ചിരുന്നതാണ്. ഒന്നും നടന്നില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മകരവിളക്ക് കാലത്ത് ഇവിടെ എത്തിച്ചേരുന്ന അയ്യപ്പഭക്തന്മാർക്ക്, അമ്പലപ്പുഴയിൽ നിന്ന് വരുന്ന മാതൃസ്ഥാനീയരായിട്ടുള്ള അയ്യപ്പഭക്തന്മാർക്ക് ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ദേവസ്വം ബോർഡിൽ നിന്ന് ആ പരിഗണന ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആചാരപരമായ ഒരു ചടങ്ങാണ് അമ്പലപ്പുഴ സംഘത്തിന് സന്നിധാനത്ത് ലഭിക്കേണ്ടത്. പക്ഷേ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ ആ പരിഗണന? പിന്നെ മാതൃസ്ഥാനീയരാണ് അമ്പലപ്പുഴക്കാരെന്ന് പറയുന്നത്. അതിൻ്റെ ആ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്താൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ ആ രീതിയിൽ തന്നെ അവരെ പരിഗണിക്കപ്പെടേണ്ടത് നമ്മുടെ ഒരു ശരിയായിട്ട് പറഞ്ഞാൽ ഒരു മര്യാദയാണെന്ന് തന്നെ പറയേണ്ടി വരും.
ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ സ്ഥലം തന്നെയായിരുന്നോ നേരത്തെ പറഞ്ഞിരുന്നത്? അല്ല, ഈ നേരത്തെ ഞങ്ങൾ ദേവസ്വം മെസ്സിൻ്റെ മുകളിലും ദേവസ്വം മെസ്സിൽ നിന്ന് സ്റ്റാഫ് മെസ്സിൽ നിന്നുള്ള ആഹാരമാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അന്നദാനപ്പുരയിലെ ആഹാരത്തിലും മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവിടെ പോയി കുട്ടികളും എല്ലാ ആളുകളും അവിടെ പോയി ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്റ്റാഫിന് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം വരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം ഇങ്ങനൊരു മാറ്റം വന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത വർഷമെങ്കിലും അതിന് ഒരു ഇതുണ്ടാകണം. ക്യൂ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടി വന്നത്? ക്യൂ നിൽക്കുന്നതല്ല, അവിടെ ഇത്ര ഈ 10,000-കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നിടത്ത് പോയി ആഹാരം കഴിക്കുന്നതിന് മാതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പക്കാർക്ക് അല്ലെ ഈ പരമ്പരാഗതമായിട്ട് ചടങ്ങുകൾ നടത്താനായിട്ട്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന അമ്പലപ്പുഴ അയ്യപ്പ സംഘത്തിൻ്റെ ആളുകൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയുള്ള സമയത്തെങ്കിലും ഈ ഒരു മാറ്റം ഉണ്ടാകണമെന്നുള്ളതാണല്ലോ ആവശ്യം. പോയ വർഷം തീർത്ഥാടനത്തിന് ശേഷം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PS പ്രശാന്ത് അവർക്ക് അമ്പലപ്പുഴ യോഗം പേട്ട സംഘം ട്രസ്റ്റ് ആധികാരികമായിട്ടൊരു നിവേദനം നൽകുകയും ദേവസ്വം മെസ്സിൻ്റെ ജീവനക്കാരുടെ ബാത്റൂമിനോടനുബന്ധിച്ച് മതിയായ, ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല, ഒരു 4 അതിനുള്ള സ്പേസ് അവിടെയുണ്ട്. ആ സ്പേസിൽ 4 ടോയ്ലറ്റുകൾ നിർമ്മിച്ചു തരണമെന്ന് പറയുകയും അത് നടത്തിത്തരാം, കഴിഞ്ഞ തീർത്ഥാടന കാലത്തിന് മുമ്പ് നടത്തിത്തരാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തതുമാണ്. നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഈ വർഷ തീർത്ഥാടനം മകരവിളക്ക് കഴിഞ്ഞു, ഞങ്ങൾ ഉത്തരം തീർത്ഥാടനത്തിനായിട്ട് വരികയാണ്. ഈ വർഷവും രേഖാമൂലം തന്നെ 1-ാം തീയതി തന്നെ 1/4/2025 ബഹുമാനപ്പെട്ട ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ കോപ്പിയും മതിയായ ഇത്രയധികം ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ടെന്നും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരണമെന്ന് പേട്ട സംഘത്തിന് വേണ്ടി സെക്രട്ടറിയായി ഞാൻ കത്തെഴുതിയിരുന്നു. ഇവിടെ വന്നപ്പോൾ സത്യം പറയട്ടെ, രാവിലെ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ള മാളികപ്പുറങ്ങൾ 10-30 മാളികപ്പുറങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് 3 വിരിയിൽ എത്തേണ്ടി വന്നു. 3-ാമത്തെ വിരിയാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ബാക്കി 2 എവിടെയാണ്? 3-ാമത്തെ വിരിയാണ് നമുക്കിപ്പോൾ അനുവദിച്ചത്. 3 വിരിയിൽ പോയി വാതക്ക് മുട്ടി നമുക്ക് കിട്ടിയിട്ടില്ല. 3 ഇപ്പോൾ ഇന്ന് രാവിലെ പോയി. 3-ാമത്തെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 1-ാമത് ദേവസ്വം മെസ് ഹാളിൻ്റെ മുകളിൽ അനുവദിച്ചില്ല. അവിടെയാണ് ഞങ്ങൾക്ക് സ്ഥിരം വിരി അനുവദിക്കാറുള്ളത്. അവിടെ ഈ അരവണ കണ്ടെയ്നറിൻ്റെ കുമിഞ്ഞുകൂടിയ ടിന്നുകൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ജീവനക്കാർ അത് ഒഴിക്കാൻ കിട്ടത്തില്ല എന്നുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ ഞങ്ങളോട് രാവിലെ പറഞ്ഞത്. അപ്പോൾ അത് ലഭ്യമല്ലാത്തതുകൊണ്ട് നേരെ ഞങ്ങളോട് പറഞ്ഞു മാളികപ്പുറത്ത് മെസ് ഹാളിൻ്റെ മുകളിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയും. ഞങ്ങൾ മാളികപ്പുറം മെസ് ഹാളായതുകൊണ്ട് പുതിയ മെസ് ഹാളിൻ്റെ മുകളിൽ ചെന്നപ്പോൾ അവിടെ കോൺട്രാക്ടർ സമ്മതിക്കുന്നില്ല. അവിടെ പായ എടുത്തുകൊണ്ട് പോയി അവരുടെ പായ പിടിച്ചു മേടിച്ചു. തിരിച്ച് ബഹുമാനപ്പെട്ട AO ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പഴയ മെസ് ഹാളെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ചപ്പും ചവറും കൂട്ടിയിട്ടിരിക്കുന്നു. ആ കൂട്ടിയിട്ടത് ഏതായാലും അടിച്ചു തുത്തു വാരി ഇട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് അത് ഇവിടുന്ന് വാരി മാറ്റിയിട്ടുണ്ട്. അപ്പുറ സൈഡിൽ ബാത്റൂമിൻ്റെ സ്മെല്ല് കൂടെ ഉണ്ട്. അപ്പോൾ ഏതായാലും അമ്പലപ്പുഴക്കാർക്ക് സ്ഥിരമായ ഒരു സംവിധാനം, ഞങ്ങളുടെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. പരിമിതികൾക്കുള്ളിൽ ഞങ്ങൾ തയ്യാറാണ്. പരിമിതിക്കുള്ളിൽ, ദേവസ്വം ബോർഡിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കിട്ടുന്നത് ശുചിയായ ഒരിടം, ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാവണമെന്ന് മാത്രമാണ് അമ്പലപ്പുഴ യോഗം പേട്ട സംഘത്തിൻ്റെ അപേക്ഷിക്കാനോ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും ദേവസ്വം ബോർഡിനോടും അപേക്ഷിക്കാനുള്ളത്. തന്ന അതിനൊക്കെ വലിയ നന്ദിയുണ്ട്. ഭഗവാനോടുള്ള ഒരു കടപ്പാടും ഞങ്ങൾക്കുണ്ട്, അത് മാതൃസ്ഥാനീയരെന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇനിയും ഇങ്ങനെ ഇട്ടുകൊണ്ട് ഈ അമ്പലപ്പുഴ മാതൃസ്ഥാനീയരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന സ്വഭാവം നിർത്തണമെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിനോട് പറയാം. ഇപ്പം 120-ലധികം ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. അപ്പോൾ മാളികപ്പുറങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു ശൗചാലയമൊക്കെ ഈ പരിസരത്ത് ഇല്ല എന്നല്ലേ? ഈ ശൗചാലയം ഇതിനോട് അനുബന്ധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, അകലെ ഉണ്ട്. അത് നമുക്ക് അതിപ്പം അതാണ് പറയുക, അത് ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് സ്ഥിരം സംവിധാനം ഉണ്ടാവണമെന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. സ്ഥിരം സംവിധാനം വേണമെന്നുള്ള ആവശ്യമാണ് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും സ്ഥിരം സംവിധാനം തന്നെ വേണം. ഇപ്പോൾ പറഞ്ഞ ശൗചാലയത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വരുമ്പോൾ ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ശൗചാലയമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ദേവസ്വം ജീവനക്കാർക്കും അവർക്ക് രാവിലെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പോകേണ്ട തിരക്കുണ്ട്. ആ കാര്യങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് അത് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമുക്ക് മാത്രമായിട്ട് ഈ 250-300 പേരെത്തുന്നിടത്ത് നമ്മളൊരു 4 ശൗചാലയം മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെങ്കിലും ചെയ്തു തരാനുള്ള ഒരു മനസ്ഥിതി ദേവസ്വം ബോർഡിന് ഉണ്ടാവണമെന്നാണ്. നിങ്ങൾക്ക് തന്ന വാഗ്ദാനം അത് ഇനിയെങ്കിലും വരുന്ന വർഷങ്ങളിലെങ്കിലും നടപ്പാക്കി തരണം എന്നുള്ളതാണ്. അതെ തീർച്ചയായിട്ടും അങ്ങനെ.
മാളികപ്പുറങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെയാണോ എല്ലാവരും ഉള്ളത്? എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയുണ്ട്. പരിമിതിക്കുള്ളിൽ കഴിയാനാണ്. അപ്പം ആ മെസ്സുകളിലും മുകളിലല്ല, ഇവിടെയാണ് ഇനി സ്ഥിരമായിട്ട് തരുന്നതെങ്കിൽ പോലും നമുക്ക് ആ കാര്യങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് കിട്ടുകയാണെന്നുണ്ട്. അവിടെ ഉള്ള പരിമിതി ഒരു ശൗചാലയം കൂടെ പറഞ്ഞൊരു 3-4 ശൗചാലയങ്ങളോട് അനുബന്ധിച്ചുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സംതൃപ്തരായിരിക്കും. ഒരു സ്ഥലം സ്ഥിരമായി അനുവദിക്കുക, അത് വൃത്തിയാക്കി വെക്കുക, കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക, അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇവർ പറയുന്നത് നേരത്തെ ദേവസ്വം പ്രസിഡന്റ് ഇവർക്ക് വാഗ്ദാനങ്ങൾ അമ്പലപ്പുഴ സംഘത്തിന് നൽകിയതാണ്. അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയരാണ്. ആചാരപരമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർ സന്നിധാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന ആ വാഗ്ദാനം അത് നടപ്പിലാക്കുക. ഇന്ന് 3 പോയതിനു ശേഷമാണ് വിരിവെക്കുന്നതിന് വേണ്ടി ഇവിടെ ഇവർക്ക് എത്തേണ്ടി വരുന്നത്. ഇവിടെ വൃത്തിയാക്കി നൽകുന്നത് പോലും ഇവർ ഇവിടെ എത്തിയതിനു ശേഷമാണ്. ചപ്പുചവറുകളൊക്കെ കൂട്ടിയിട്ട സാഹചര്യത്തിലായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ മാറ്റിക്കൊണ്ട് സ്ഥിരമായി ഒരു സ്ഥലം 4 ശൗചാലയങ്ങൾ ഇവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിക്കൊടുക്കുക, ആ ഒരു കാര്യം മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത് വരും വർഷങ്ങളിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെങ്കിലും നടപ്പാക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവർക്ക് അമ്പലപ്പുഴ സംഘത്തിന് പറയാനുള്ളത്, ദേവസ്വം ബോർഡിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. രോഹിണി. ശരി മിഥുൻ, ശബരിമല പൈങ്കുനി ഉത്രം മഹോത്സവത്തിനെത്തിയ അമ്പലപ്പുഴ സംഘത്തിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. അതിനെതിരെയുള്ള പരാതിയാണ് നമ്മൾ കണ്ടത്. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയാണ് ദേവസ്വം ബോർഡിനെതിരെ രംഗത്ത് വന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.